എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ്റെ ടീസർ അതാ ഇപ്പോൾ റിലീസാവും. മമ്മൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പരിപാടിക്ക്. ഇനി എങ്ങാനും മമ്മൂട്ടി സിനിമയ്ക്കകത്ത് ഉണ്ടാവുമോ അറിയില്ല. ഏതായാലും മുരളി ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് L2 അല്ലെങ്കിൽ എമ്പുരാൻ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിരിക്കുമെന്ന്. ഫസ്റ്റുമായിട്ട് ബന്ധമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതൊരു സീക്വൽ അല്ല എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ ലോകേഷ് പറയത്തില്ലേ LCUവിൽ ഇല്ലാത്തൊരു സിനിമയാണിതെന്നൊക്കെ പറയാം, അതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ടീസറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം റിലീസായി കാണണം. ഖരാറോഷ് കോസ്റ്റോ നോർത്തേൺ ഇറാഖ് സീനൊക്കെ കൊള്ളാം. പുള്ളി ഇറാഖിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളത് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. ആഫ്റ്റർ ഡെത്ത് കാണിക്കുന്നുണ്ട് തോന്നുന്നു. ബ്ലാക്ക് അംബാസഡർ. സോ സ്റ്റീഫൻ ഇവിടുന്ന് പോയതിനു ശേഷമായിരിക്കും കേട്ടോ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. നമുക്കും അറിയാം. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuga cartel and the Qureshi Abraham nexus in one place. This is our കബൂക കാർട്ടൽ ആൻഡ് ഖുറേഷി ഇബ്രാഹിം നെക്സസ് രണ്ടുപേരും തമ്മിൽ അടിയായിരിക്കും കേട്ടോ. അവരെ രണ്ടുപേരെ പിടിക്കാൻ വേണ്ടി പോലീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആരാണ് ഈ സ്റ്റീഫൻ? ഇൻവെസ്റ്റിഗേഷൻ. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര് എവിടെ ലൂസിഫർ. നൈസ് Coming back. ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. കിട്ടില്ല പൊരി സാധനം. ടീസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടീസ് ചെയ്യണം. ഒന്നും കാണിച്ചില്ല എന്നാൽ എന്തുകൊണ്ടും തോന്നിപ്പിക്കുകയും ചെയ്തു. ഷോട്ടുകളൊക്കെ കണ്ട ഹോളിവുഡ് ടൈപ്പ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ അമ്മമാർ കുറേ എണ്ണം പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇതൊരു ക്ലാസിക് ഹോളിവുഡ് ടച്ചുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ടീസറാണ് നമ്മൾ കണ്ടത്. ആൻഡ് ഇത് ദിസ് വിൽ ബി സംതിങ് ഇൻ മലയാളം ആസ് വെൽ ആസ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഉണ്ടാ ഇതിൻ്റെ അകത്ത് സംഭവമുണ്ട്, സാധനമുണ്ട്. പക്ഷേ മോഹൻലാൽ കുറച്ചുകൂടെ കാണിക്കാമായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു സങ്കടം. ഏതായാലും മമ്മൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇവൻറ്റിൽ പങ്കെടുക്കാൻ. പിന്നെ പുള്ളി എങ്ങാനും കയറി വന്നാലോ ഒരുപാട് പുതിയ ഫേസസ് ഈ സിനിമയിൽ ഉണ്ടാവും. ആൻഡ് ഇതൊരു സ്റ്റാൻഡ് ലോൺ സിനിമയാണെന്ന് പറയുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇറാഖിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനാഷണൽ കൺട്രിയിലും നടക്കുന്ന കുറച്ച് എബ്രഹാം ഖുറേഷിയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്താണ് എബ്രഹാം ഖുറേഷി ഇൻ്റർനാഷണലി എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാവാം ഇത്. അതിൻ്റെ കൂടെ തന്നെ പാസ്റ്റും ഫ്യൂച്ചറും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നത്, അതായത് ലൂസിഫറിന് മുമ്പും ശേഷവും നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സിനിമ കൂടിയാവാം ഇത്. ഏതായാലും ഇതൊരു വമ്പൻ ട്രീറ്റ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലറിന് വേണ്ടിയാണ് ഇനി വെയിറ്റിംഗ്. ടെക്നിക്കലി ഹൈഫൈ സാധനം. ട്രെയിലറും കൂടെ കണ്ടാലേ ഇനി ഇതിൻ്റെ അകത്തുകൂടെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. സോ ഹാപ്പി ഓൾവേസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്.